ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഭീകരവാദികളെയും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യരുതെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈ സംഭവത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകുമോ? കാരണം മുൻകാലങ്ങളിലും പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. ഇപ്പോൾ എന്താണോ ഇങ്ങോട്ട് തരുന്നത് അതിന് രണ്ടിരട്ടിയായി തിരിച്ചു നൽകും. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, അതിന് പ്രധാനമന്ത്രിയാണുള്ളത്. ആ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി. പഴയ സ്ഥിതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ കളിയാക്കുക, അതുവഴി അവിടെ സ്കോർ ചെയ്യുക, ജനപിന്തുണ നേടുക. എങ്ങനെയാണ് ജസ്റ്റിൻ ട്രൂഡോ കാനഡയിൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട്, സിഖ് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അവിടുത്തെ സിഖ് വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചത്? എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് പോകേണ്ടി വന്നു, ജനപിന്തുണ നഷ്ടപ്പെട്ടു. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അതുപോലുള്ള പ്രസ്താവനകൾ നടത്തുക. പക്ഷേ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയായിരിക്കത്തില്ല. അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു ആ രാജ്യം തന്നെയായിരിക്കും. അതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാകിസ്ഥാൻ നിങ്ങളുടെ മണ്ണിൽ നിന്ന്, പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ഇപ്പോഴും ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റി അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ശ്രമം തുടർന്നാൽ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഡോട്ട് 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 വാട്ട് വിൽ ഹാപ്പൻ ടു യു ഡോട്ട് ഡോട്ട് ഡോട്ട്. അതിപ്പോൾ പറയേണ്ട കാര്യമല്ല, വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. സർജിക്കൽ സ്ട്രൈക്ക് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടല്ല ചെയ്തത്, അതിന് ശേഷമാണ് നമ്മൾ കണ്ടു. അതിന് കഴിവുണ്ട് ഇന്ത്യക്കെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണിച്ചു കൊടുത്താലും പഠിക്കാത്ത വിഡ്ഢികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഡോട്ട് 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 എന്ന് പറയുന്നത്. അപ്പോൾ വാണിംഗ് കൊടുക്കാൻ ഒരു ശത്രുവിനെ ആക്രമിക്കാൻ പാടില്ല. ഈ ഹമാസുകാർ ബന്ദികളാക്കിയതുപോലെ ഒരു വാണിംഗും ഇല്ലാത്ത പ്രവർത്തനമായിരുന്നു, സൈനിക നടപടി തന്നെയായിരുന്നു അത്. പക്ഷേ ഇവിടെ അങ്ങനല്ല, വാണിംഗ് കൊടുക്കുകയാണ് സ്ഥിരമായി. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിങ്ങനെയാണല്ലോ നമ്മുടെ ഋഷിപ്രോക്തമായിട്ടുള്ള ഒരു തത്വം, മാനദണ്ഡവും ധർമ്മവും. അപ്പോൾ അതെല്ലാം കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരുടെ രക്ഷ തേടിപ്പോയാലും കിട്ടില്ല. ചൈന ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാനെ തള്ളിക്കഴിഞ്ഞു. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ അവരുടെ കാര്യങ്ങളെല്ലാം അവർ നേടിക്കഴിഞ്ഞു. അമേരിക്കയിൽ ഇനി വരാൻ പോകുന്ന ട്രംപാണ്. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് ആകെ ചേഞ്ച് ചെയ്യുകയാണ്. പാകിസ്ഥാനെ സഹായിക്കണമെന്ന് ഒരാഗ്രഹവും ഒരു നഷ്ടക്കച്ചവടത്തിനും അമേരിക്ക ഇനി തയ്യാറാവില്ല. അതാണ് ട്രംപിൻ്റെ ഗുണം. അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു സൈനിക ഓപ്പറേഷനും അദ്ദേഹം തയ്യാറാവുകയില്ല. ലാഭം മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമാണ്. പാകിസ്ഥാനെ സഹായിച്ച് ഉള്ള പണം കൂടെ നഷ്ടപ്പെടുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം പോവില്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റപ്പെട്ടു. സൗദിയും എല്ലാം ഈ നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പണ്ട് സൗദി പണം ധാരാളമായിട്ട് പാകിസ്ഥാന് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. വഹാബി ഇസ്ലാം അതിൻ്റെ ഒരു ഐക്യദാർഢ്യം അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഈ പണമെല്ലാം കൊടുത്തു, പാകിസ്ഥാൻ അതുകൊണ്ട് ബോംബും ഉണ്ടാക്കി. പക്ഷേ ഇനി കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക കൂടി നെറ്റി ചുളിക്കും എന്നുള്ളത് കൊണ്ട് അവരത് നിർത്തിയിരിക്കുക. പിന്നിപ്പോൾ അവരെ പിന്തുണയ്ക്കാൻ ചൈന ഉണ്ടാവില്ല. അതാണ്ട് ചൈന എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ഐക്യപ്പെട്ട രാജ്യമാണ്. ആ റഷ്യ പറഞ്ഞു ഇന്ത്യയുമായിട്ട് സൗഹൃദം തുടരണം. കാരണം അവിടെയും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് പെട്രോൾ അമേരിക്കയെ മറികടന്ന് വാങ്ങിക്കാൻ, അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട് വാങ്ങിക്കാൻ തയ്യാറായ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. മറ്റു ചില രാഷ്ട്രങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യയ്ക്ക് ഇന്ത്യയോടൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ലേ അതിർത്തിയിലുള്ള നിങ്ങളുടെ അതിർത്തി തർക്കം എത്രയും വേഗം പരിഹരിക്കുക. പെട്ടെന്ന് തന്നെ ഷീ ജിൻ പിങ് അതിന് വഴങ്ങി. കാരണം ഐക്യപ്പെട്ട രണ്ട് രാഷ്ട്രങ്ങൾ അത് തന്നെയാണ്. അമേരിക്കയുമായിട്ടുള്ള എതിർപ്പിനെ മറികടക്കണമെങ്കിൽ ഷീ ജിൻ പിങ്ങിന് വ്ളാഡിമിർ പുടിൻ്റെ സഹായം ആവശ്യമാണ്, പിന്തുണ ആവശ്യമാണ്, തന്ത്രപരമായുള്ള പങ്കാളിത്തം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് റഷ്യ ചൈനയെപ്പോഴും പറഞ്ഞു. ചൈന അപ്പോൾ പാകിസ്ഥാനെതിരായിട്ടാണ് ഇപ്പോൾ വരുന്നത് ജിയോ പൊളിറ്റിക്സിൽ. അപ്പോൾ ചൈനയുടെ സഹായം, എൻ്റെ അർത്ഥം ചൈനയുടെ സഹായം ഇന്ത്യക്ക് കിട്ടും, അമേരിക്കയുടെ സഹായവും ഇന്ത്യക്ക് കിട്ടും. അപ്പം റഷ്യയുടെ പിന്തുണയും ഇന്ത്യക്കാണ്. ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. അമേരിക്ക നമ്മളെ പിന്തുണച്ചാൽ റഷ്യ എതിർക്കും, റഷ്യ നമ്മളെ പിന്തുണച്ചാൽ അമേരിക്ക എതിർക്കും. അതായിരുന്നു ജിയോ പൊളിറ്റിക്സ്. ഇപ്പോൾ മാറിയിരിക്കുക, അച്ചുതണ്ട് അങ്ങ് മാറിയിരിക്കുക. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പാകിസ്ഥാൻ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. സാമ്പത്തികമായിട്ട് അത് തകർന്നു, രാഷ്ട്രീയമായിട്ടും അത് തകർന്നു. അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഉണ്ടല്ലോ, ആ ഇമ്രാൻഖാൻ്റെ പാർട്ടി കടുത്ത സംഘർഷത്തിലാണ്, ഗവൺമെൻറ് വിരുദ്ധമായിട്ട് തന്നെ. പിന്നെ ബലൂചിസ്ഥാനിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭീകരാക്രമണം അതിൻ്റെ മൂർധന്യത്തിൽ തീരിക്കുന്നു. തൊട്ടടുത്ത അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനായിരുന്നു അവരുടെ വലിയൊരു സന്തോഷം, ആഹ്ലാദവും ആഘോഷവും ഒക്കെ.
പക്ഷേ അവിടെ നിന്നുള്ള ഗവൺമെൻറ് ഇപ്പോൾ ഈ പാകിസ്ഥാനെ എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനെ തീർക്കുമെന്നാണ് പരോക്ഷമായ ആക്രമണങ്ങളുണ്ട്. അത് തീർക്കുമെന്ന് പറയുക മാത്രമല്ല, ആക്രമണങ്ങൾ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടന ആക്രമണങ്ങളും നടത്തി തുടങ്ങിയിരിക്കുന്നു. ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എന്നിട്ട് ഈ അഫ്ഗാനിസ്ഥാൻ തന്നെ, അതിൻ്റെ ഒരു തന്ത്രം ഓർക്കണം, ഈ അഫ്ഗാനിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുക. ഈ ലോകത്ത് ഇപ്പോൾ ഈ ജിയോ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, മസിൽ പവർ, ബോഡി ബിൽഡ് ചെയ്യണം. ഈ മസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിക ശക്തി. ആ സൈനിക ശക്തി ഇന്ത്യ വേണ്ടതുപോലെ ആർജിച്ചു കഴിഞ്ഞു. മോദിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും റഫേൽ വിമാനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ, പിന്നെ ഇന്ത്യൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പിന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള തേജസ് വിമാനങ്ങളൊക്കെ, അതൊക്കെ ചേർന്ന് വലിയ ശക്തി. പിന്നെ ടണൽസ്, കാശ്മീരിൽ കൂടി പോകുന്ന ടണൽസിനൊക്കെ വളരെ തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യ സർവ്വസജ്ജമായിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ശക്തമാണ്. എന്താക്രമണം നടത്തിയാലും ഒരു പരിക്കുമേൽക്കാതെ, ഒരു തുള്ളി രക്തം പൊടിക്കാതെ തിരിച്ചു വരാനുള്ള കഴിവ് ഇന്ത്യ ആർജിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പം മസിൽ പിടിച്ചു കാണിക്കുക തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ രണ്ടാമതൊന്ന് വേണ്ടത്, നിങ്ങൾക്ക് പണം വേണം. അതും നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനൊക്കെ വളരെ മോശമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് മാറി കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി അത് മാറ്റിയെടുത്തു. നമുക്ക് വിദേശ നിക്ഷേപമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പണം മുടക്കാൻ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ധനിക രാഷ്ട്രമായി, ശരിയാണ്, പട്ടിണിയൊക്കെ ഉണ്ട് ഇപ്പോഴും, സത്യം തന്നെയാണ്. പക്ഷേ ഒരു ധനിക രാഷ്ട്രത്തിൻ്റെ സ്ഥിതിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. മോദിയെ വിമർശിക്കുന്നവർ പറയുന്നത് മോദി വന്നതിന് ശേഷം പട്ടിണി മാറിയോ എന്നാണ് ചോദിക്കുന്നത്. മാറിയല്ലോ, അതിന് കണക്കുണ്ടല്ലോ. 26% പട്ടിണി കൊണ്ട് മരിക്കുന്നവരുടെ ശതമാനം കുറഞ്ഞത്. 26% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതൊന്നും അറിയുന്നില്ലേ? 20 വർഷമായിട്ട് നടത്താൻ സാധിക്കാത്ത ഒരു കാര്യം 10 വർഷം കൊണ്ട് സാധിച്ചു മോദി. കഴിഞ്ഞ 70 വർഷം കൊണ്ട് ഒരു 10% നേട്ടം തീർച്ചയായിട്ടും കോൺഗ്രസ് കൈവരിച്ചിട്ടുണ്ട്. ആ നേട്ടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 80% ഉയർത്താൻ മോദിക്ക് കഴിഞ്ഞു എല്ലാ മേഖലകളിലും. അതാണ് മോദി വരുത്തിയ മാറ്റം. ട്രാൻസ്ഫോമിങ് ഇന്ത്യ, നോട്ട് ഡെവലപ്പിംഗ് ഇന്ത്യ, ട്രാൻസ്ഫോർമേഷൻ. അത് നടക്കുന്നുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് വെളിയിലോട്ട് നോക്കിയാൽ അത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള മിനുസമേറിയ റോഡുകൾ എന്ന് നമ്മൾ വിദേശ രാജ്യങ്ങളെപ്പറ്റി അസൂയപ്പെട്ടിരുന്നു. നമുക്കിപ്പോൾ കാണാം മിനുസമേറിയ റോഡുകളിൽ തന്നെ വിമാനം വന്നിറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ പട്ടിണിയെ മാറ്റാൻ എന്ത് ചെയ്തിരുന്നു? 5 കിലോ സൗജന്യമായിട്ടുള്ള റേഷൻ ഓരോ വീട്ടിലെ ഓരോ വ്യക്തിക്ക് കൊടുക്കുന്ന, പിന്നെ എന്ത് മാറ്റാനാ? കേരളത്തിൽ മുഹമ്മദ് റിയാസിന്റെ ഫ്ലെക്സ് ബോർഡുകളാണോ? ആ റോഡാണ്, ഫ്ലെക്സിൽ കാണുന്ന റോഡുകളാണോ? അതെ, അത് ഫ്ലെക്സിങ് ദ മസിൽസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കേന്ദ്രമായിട്ട് ഫ്ലെക്സിങ് ദ മസിൽ. ഏതെങ്കിലും ഒരു റോഡ് ഈ അദ്ദേഹം നിർമ്മിച്ചത്, നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർമ്മിച്ചത് ഭയങ്കര ഘോഷമായിട്ടൊക്കെ വന്നിരുന്നു, വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷേ ഏതെങ്കിലും ഒരു റോഡ് മര്യാദയ്ക്ക് ഇപ്പോൾ ഉണ്ടോ? ഏതെങ്കിലും ഒരു റോഡുണ്ടോ? ആളുകൾ വീട് മരിക്കുകയല്ലേ ആ റോഡുകളിലൊക്കെ. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ശരിയാണ്, കോൺട്രാക്ടറുടെ പേരെഴുതിയിരിക്കുന്നു, ഇതൊക്കെ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ ചൊവ്വേ നേരെ ഏതെങ്കിലും റോഡ് നന്നായിട്ടുണ്ടോ? എത്ര അപകടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡുകൾ മൂലം, ഇവിടെ നിർമ്മിച്ച റോഡുകൾ. അപ്പം നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ റോഡുകളാണ് നിതിൻ ഗഡ്കരി സ്ഥാപിച്ച് കേരളത്തിന് കൊടുത്തത്. നമുക്ക് നോക്കൂ, ഇന്ന് എവിടെ കൂടെ വേണമെങ്കിലും കാർ ഓടിച്ച് പോകാനുള്ള സൗകര്യമുണ്ട്. ഏത് റോഡിൽ കൂടെ വേണമെങ്കിലും ബൈപ്പാസ് വഴി നമുക്ക് പോകാം, നഗരങ്ങളിലേക്ക് കിടക്കാതെ. അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സിറ്റിക്കകത്ത് ഇത്രയും അപകടവും ട്രാഫിക് കൺജഷനും വരുന്നത്. അതോടൊപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുന്നത്, നരേന്ദ്രമോദി വന്നതിന് ശേഷം ചൈനയുടെ ഭാഗത്ത് നിന്ന് വലിയ കടന്നുകയറ്റം ഉണ്ടായി, പല അതിർത്തികളും ഈ മറ്റു രാജ്യങ്ങൾ കയ്യേറുന്നതായാണ് അവരുടെ വിമർശനം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ചുമ്മാ പറഞ്ഞുകൊണ്ട് ജോർജ് സൊറോസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിനെ പറ്റി ജോർജ് സൊറോസ് എന്ന് മണിപ്പൂരിലെ കലാപത്തിൻ്റെ സൃഷ്ടി ജോർജ് സൊറോസ് ആസൂത്രണം ചെയ്ത് തന്നെയാണത്, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി. ബർമയിൽ അവർ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഓങ് സാൻ സ്യൂക്കി എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവ് അവിടെ അധികാരത്തിൽ വന്നത്. അവർ ബംഗ്ലാദേശിൽ അത് ചെയ്തു. അങ്ങനെയാണ് നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഇപ്പോഴത്തെ കാവൽ ഭരണാധികാരി മുഹമ്മദ് യൂനുസ് വന്നിരിക്കുന്നത്. ഏതിൻ്റെ ഭാഗം? സമ്മാനം കിട്ടിയ ആളിൻ്റെ രാഷ്ട്രീയം എന്താണ്? നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ജമാഅത്തെ ഇസ്ലാമി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കടുത്ത ഹിന്ദു വിദ്വേഷമാണ് അവരുടെ മുഖമുദ്ര. അങ്ങനെ സമാധാനത്തിൻ്റെ സമ്മാനം നേടിയ ആളാണ്. അതൊക്കെയാണ് അവരെ ജോർജ് സൊറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് സൊറോസ് അമേരിക്കയുടെ ഭാഗം കൂടിയാണ്, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു
ജേർണൽ എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് 50% ഓഹരി നിക്ഷേപമുള്ളതെന്നാണ്. അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അവർ ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പും ഉണ്ടാവില്ല, റഷ്യയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാവില്ല, ചൈനയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാവില്ല. പണ്ട് മാവോ സേതുങ് പറഞ്ഞു, ബംഗ്ലാദേശിനെ നമ്മൾ വിമോചിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യയുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞു. മറിച്ചാണ് സംഭവിച്ചത്. ഇന്ത്യയുടെ ഉയർച്ച ആരംഭിച്ചു കഴിഞ്ഞു, പാകിസ്ഥാൻ്റെ തകർച്ചയും ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അവസാനമാണിപ്പോൾ, അവസാനത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും BJP ഈ ഭരണകാലത്ത് തന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ കൂടി നമ്മുടെ കാശ്മീരിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ആ തലവേദന, ഭീകരവാദത്തിൻ്റെ ആ തലവേദന, ഇപ്പോൾ തന്നെ ടെററിസത്തിൽ നിന്ന് അവർ ടൂറിസത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടിക്കൊണ്ട് ആ ഭാഗം കൂടി ഇന്ത്യ അതീവ രഹസ്യമായിട്ട് പിടിച്ചടക്കും. രാഹുൽ ഗാന്ധി ഒന്നും അത് അംഗീകരിക്കുകയില്ല, അത് അദ്ദേഹം അംഗീകരിക്കേണ്ട. അദ്ദേഹം ആ സമയം ഇന്ത്യയിൽ കാണുമോ എന്നറിയില്ല. അതെ, അദ്ദേഹം വെറോണയ്ക്കയിലോ ഒക്കെ ആയിരിക്കും, എവിടെയെങ്കിലും ആയിട്ട്. പക്ഷേ ഇന്ത്യക്ക് അത് അതിൻ്റെ തലവേദനയാണ്. ആ തലവേദനയൊന്ന് അവസാനിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കാർ രാജ്നാഥ് സിംഗിനോടൊപ്പം നിൽക്കും. ... കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.